ഷെബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു കുട്ടിക്കലാശിൻ്റെ കൂടുതൽ വിവരണങ്ങളുമായി. പറയൂ ഷെബീദ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പട്ടാളം ഗ്രൗണ്ടിലുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്നോടുള്ള പ്രതിഷേധത്തിലാണോ സംശയമുണ്ട്. കരിമ്പടം മൂടി നിൽക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, വലിയ ആവേശം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് നിശബ്ദ പ്രചരണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തി ഇളക്കി മറിച്ചിട്ടുള്ള പ്രചരണമാണ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി എത്തി, വിവിധ കേന്ദ്രമന്ത്രിമാരെത്തി, മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെത്തി, അതേപോലെ CPM-ന്റെയും CPI-യുടെയും ദേശീയ നേതാക്കളെത്തി. അങ്ങനെ വലിയ താരപ്രചാരകരും ദേശീയ നേതാക്കളും അണിനിരുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രത്യേകത. മാത്രമല്ല, ഈ തെക്കൻ കേരളത്തിലെ മുന്നേറ്റത്തിലൂടെ ഭരണ തുടർച്ച ഉറപ്പാക്കാനാകും എന്നുള്ള ഒരു വിശ്വാസമാണ് സർക്കാരിനുള്ളത്. വികസനം വോട്ടാകുമെന്നും LDF പ്രതീക്ഷിക്കുമ്പോൾ ശബരിമലയും ഭരണവിരുദ്ധ വികാരവും അധികാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. ഇത്തവണ കറുത്ത കുതിരകളാകും എന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. മാത്രമല്ല, വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതിന്റെ ആവേശം കൊട്ടിക്കലാശത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അത് വാനോളം ഉയരുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇതുവരെയുള്ള ഗ്രൗണ്ടിലെ വിവരങ്ങൾ അനുസരിച്ച് പറയാൻ കഴിയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വൈകിട്ട് 3 മണി മുതൽ പല കേന്ദ്രങ്ങളിലും കൊട്ടിക്കലാശം ഉണ്ടാകും. നേരത്തെ ആർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പേരൂർക്കടയാണ് പ്രധാന ആകർഷണം. അതിനു പുറമെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന, ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേമം മണ്ഡലത്തിൽ ഇന്ന് പാപ്പനംകോട് വെച്ച് ഈ കൊട്ടിക്കലാശം ഉണ്ടാകും. അതേപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ചർച്ചയായ ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടം ജംഗ്ഷനിലും കൊട്ടിക്കലാശം ഉണ്ടാകും. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് BJP പിടിച്ചെടുക്കുമെന്നും അതേപോലെ 2ാം സ്ഥാനത്തെത്തുമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന പല കേന്ദ്രങ്ങളിലും ഇന്ന് ആവേശം, അതിന്റെ കൊടുമുടി കയറിയിട്ടുള്ള പ്രചരണം അത് നമുക്ക് കാണാം. വൈകിട്ട് 6 മണി വരെയാണ്. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പൊതുയോഗങ്ങൾ, പ്രചരണ പരിപാടികൾ പാടില്ല. നിശബ്ദ പ്രചരണമാണ് അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളത്. ഈ ബാൻഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾക്കും ഇക്കുറി ശക്തമായ വിലക്കുണ്ട്. എസ്കേൻ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.